കട്ടപ്പന ടൗണിലെ മാലിന്യം നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ വ്യാപാരികളുമായി ചർച്ച നടത്തി. കഴിഞ്ഞ ദിവസം മുതലാണ് കട്ടപ്പന നഗരത്തിലെ ജൈവമാലിന്യം നീക്കാൻ സ്വകാര്യ ഏജൻസിക്ക് നഗരസഭാ അധികൃതർ അനുമതി നൽകിയത്. യൂസർ ഫീ ഈടാക്കിയാണ് വ്യാപാര സ്ഥാപനങ്ങൾ നഗരത്തിനുള്ളിലെ വീടുകൾ, അപ്പാർട്ട്മെന്റുകൾ എന്നിവയിൽ നിന്ന് മാലിന്യം ശേഖരിക്കുന്നത്. മുൻപ് പന്നി ഫാം ഉടമകളായിരുന്നു ഇത്തരത്തിൽ മാലിന്യം ശേഖരിച്ചു കൊണ്ടിരുന്നത്. നഗരസഭയുടെ ഈ പുതിയ പരിഷ്കരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ് നഗരസഭാ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ വ്യാപാരികളുമായി ചർച്ച നടത്തിയത്. സ്വകാര്യ ഏജൻസി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് മാലിന്യം ശേഖരിക്കുകയും യൂസർ ഫീ നൽകാൻ വ്യാപാരികൾ തയ്യാറാതെ വന്നതോടെ പൊതുമാർക്കറ്റിലടക്കം മാലിന്യം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണുണ്ടായത്. വിഷയത്തിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടായ പച്ചക്കറി വ്യാപാരികൾ അനുഭവിക്കുന്ന കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് ശക്തമായൊരു നിലപാടുമായിട്ട് വ്യാപാരി വ്യവസായ ഏകോപന സമിതി പോകും. ഉറപ്പായിട്ടും അവരുടെ പക്ഷം, വ്യാപാരികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അത് ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. മുനിസിപ്പാലിറ്റി ഉറപ്പുകൾ പലതും തന്നിട്ടുണ്ട്. അതൊക്കെ നടക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞങ്ങളിപ്പോൾ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ചർച്ച നടത്തിയത്. വ്യാപാരികൾക്ക് അനുകൂലമാകുന്ന രീതിയിലും പൊതുജനങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഒരു തീരുമാനമെടുക്കാമെന്ന് കട്ടപ്പന നഗരസഭയെ അറിയിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള തീരുമാനമെടുത്ത് ഈ വ്യാപാര സമൂഹത്തെ സംരക്ഷിക്കണമെന്നും കട്ടപ്പന നഗരസഭയെ വ്യാപാരി വ്യവസായ സമിതി അറിയിച്ചിട്ടുണ്ട്. ഈ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയും ഈ വ്യാപാരികളോടൊപ്പം തുടർന്നും ഈ സമര പരിപാടികളുമായിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നതിന് വരെ ഉണ്ടാകുമെന്നും വ്യാപാരി വ്യവസായ അടുത്ത ദിവസം അടിയന്തര കൗൺസിൽ ചേർന്ന് വ്യാപാരികൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമെന്നാണ് നഗരസഭയിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.